എന്തൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായിട്ട് എനിക്കൊരു ന്യൂസ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ ഒരു ന്യൂസ് കണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. വളരെയധികം ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു ന്യൂസും കൂടിയാണ്. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഹദനാൻ എന്ന് പറയുന്ന ഒരു ചെറുക്കൻ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊലപാതകം ചെയ്യുകയാണ്. മാത്രമല്ല തൻ്റെ സ്വന്തം ജീവനും തന്നെ ഒടുക്കിയിരിക്കുകയാണ് ആ ഹദനാൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. 20 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുക്കൻ. ഈ ന്യൂസ് കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലേ? ഇതിൻ്റെ സംഭവം എന്താണെന്ന് ഞാൻ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോഴിക്കോട് ഭാഗത്താണ് ഈ ഒരു സംഭവം നടക്കുന്നുള്ളത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഹദനാൻ, അതായത് വീട്ടിൽ നിന്ന് ഹജ്ജുമാൻ്റെ വീട്ടിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്. തൻ്റെ സഹോദരിയായിട്ട് വരും ഈ ഒരു നസ്രീന എന്ന് പറയുന്ന 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. ഇവർ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നുള്ളത്, എല്ലാവരും ഒന്നിച്ചാണ് കഴിയുന്നുള്ളത്. ഈ ഹദനാനെ പറ്റിയിട്ട് അവർക്കൊക്കെ മോശം അഭിപ്രായമാണ് ഉള്ളത്. അതായത് പണമൊക്കെ മോഷ്ടിച്ചു, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ നസ്രീന എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പണം മോഷ്ടിച്ച വിഷയത്തിനെ അവിടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ റീസൺ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്തതെന്നും കൂടി പറയുന്നുണ്ട്. മാത്രമല്ല കുറേ ആൾക്കാർ കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നും, അതായത് വല്യുമാനെ പോലും കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് അള്ളാഹുവാലും ഏതായിട്ടും ഇരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഹദനാന് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവൻ കള്ളത്താക്കോൾ വെച്ച് ആ വീട്ടിലേക്ക് കയറുകയും നസ്രീനാൻ്റെ റൂമിലേക്ക് കയറി അവളെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും എന്നിട്ട് ശബ്ദമൊക്കെ കേട്ടിട്ടാകുമ്പോൾ അവിടുന്ന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് ഓടി വരുന്ന സമയത്ത് കട്ടിലടിയിൽ പോയി ഇരിക്കുകയാണ്. ഈ കട്ടിലടിയിൽ ഇരുന്ന കാളൊക്കെ കണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹദനാനെ അവിടെ കെട്ടിയിടുകയാണ്. ഈ പെണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വല്യുമാനൊക്കെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു. എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയില്ല. ഏതായിട്ടും ഞാൻ അവസാനമായിട്ട് ഹദനാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൻ്റെ ജീവൻ തന്നെ ഒടുക്കി കളഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കാണാൻ വേണ്ടി കഴിയുന്നത് ഹദനാൻ്റെ മൃതശരീരമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇവർക്കൊക്കെ. ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ അല്പം ചിന്തിച്ച് നോക്കുക. ചെറിയ വയസ്സാണ്. ഈ എളിയ വയസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ അവരുടെ മനസ്സിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾക്ക് പല രീതിയിലും ചിന്തിക്കാം. ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള മോശ ചിന്തകൾ വരുന്നത്, അല്ലെങ്കിൽ ഒന്നിച്ചിട്ടുള്ള കൂട്ടുകൂടലിൽ നിന്നിട്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട്. ഇതുവരെയായിട്ടും പോലീസിൽ നിന്നിട്ട് യാതൊരു അപ്ഡേഷനും ലഭിച്ചിട്ടില്ല. അവരൊന്നും തന്നെ പറയുന്നില്ല എന്നും കൂടി പറയുന്നുണ്ട്. പോലീസ് ഇതിനെ പറ്റിയിട്ട് എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തു വിടുന്നില്ല എന്നും കൂടി ചില ആൾക്കാർ പറയുന്നുണ്ട് ന്യൂസിലൊക്കെ. അപ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല. ഏറ്റവും ആ ഒരു വിഷയത്തിൽ നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത സമയത്ത് ആ തെറ്റിനെ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അവൻ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി അവൻ്റെ മനസ്സിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടം എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഏതൊരു ഘട്ടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നു. നല്ല രീതിയിൽ ചിന്തിക്കണം. ഇതൊരു ചെറിയൊരു നിസ്സാരമായ ഒരു കാര്യമല്ല, കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ അധികമായിട്ടും സൂക്ഷിക്കണം. കാരണം സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ചില ലഹരി ദ്രവ്യങ്ങളോ ഒക്കെ പാക്കേജ് മുഖേന അവരിലേക്ക് എത്തിപ്പെടുന്നത്. ചിലപ്പോൾ ചോക്ലേറ്റിൽ നിന്ന് തുടക്കം കുറിച്ച് അവസാനമായിട്ട് എത്തുന്നത് വലിയ വലിയ ഇത്തരത്തിലുള്ള ക്രൈം സീനുകളിലേക്കായിരിക്കും എത്തുന്നത്. അവർക്കൊന്നും അറിയില്ല, ചോക്ലേറ്റ് അല്ലേ എന്ന് വിചാരിച്ച് കഴിക്കും. പക്ഷേ ആ ചോക്ലേറ്റിലാണ് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്ന ആൾക്കാർ വരെ ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്, ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ്. ഉസ്താദന്മാരൊക്കെ വഴല് പറയുന്ന സമയത്തൊക്കെ ഉസ്താദന്മാരെ എതിർക്കാനും കമൻ്റ് ഇടാനും പല ആൾക്കാരും എതിരിൽ വരാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എത്രത്തോളം നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇസ്ലാമിൽ. ആ ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് യാഥാർത്ഥ്യമാണ്. കസിൻസാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ആദ്യം ഈ ഒരു ന്യൂസ് നമുക്ക് അല്പം കേട്ട് നോക്കാം. പിന്നീട് അവരുടെ കുടുംബത്തിൽപ്പെട്ട തന്നെ ഒരു അടുത്ത ആൾ സംസാരിക്കുന്ന ഒരു ക്ലിപ്പും കൂടിയുണ്ട്. ആ 2 ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, കേട്ട് നോക്കാം.
കോഴിക്കോട് മൂഴിക്കലിൽ 16-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി എന്ന ഒരു വാർത്ത കൂടി വരികയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. അരീസ വിവരങ്ങൾ നൽകും. അരീസ, എന്താണ് ഉണ്ടായത്? ഇന്ന് രാവിലെയാണ് നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ രണ്ട് മൃതദേഹങ്ങൾ കാണുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് രണ്ട് മൃതദേഹങ്ങളും കണ്ടത്. പെൺകുട്ടിയുടെ ബന്ധുവായ 20-കാരനും തൂങ്ങി മരിച്ച നിലയിലുണ്ടായിരുന്നു. അതേസമയം ആ പെൺകുട്ടിയുടെ കിടപ്പുമുറിയിൽ ആ കുട്ടി 16 വയസ്സുള്ള പെൺകുട്ടി ശ്വാസം മുട്ടി മരിച്ച നിലയിലായിരുന്നു. കഴുത്തിൽ ഷാൾ കുരുക്കി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ 20-കാരൻ മരിച്ചതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും വലിയ നടുക്കത്തിലാണ് ഈ നാട് മൊത്തം ഉള്ളത്. ഇപ്പോൾ പോലീസ് വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 16-കാരിയായ ഈ കുട്ടിയും 20 വയസ്സുള്ള അദിനാനും ബന്ധുക്കളാണ് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രാഥമിക വിവരം എന്ന നിലയിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, അതിനാണ് സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നൊരു സൂചന പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നേരത്തെ 16-കാരിയുടെ ഈ വീട്ടിൽ നിന്ന് ഇയാളെ നേരത്തെ പുറത്താക്കിയിരുന്നു എന്ന് അറിയുന്നുണ്ട്. ഇന്നലെ ഇദ്ദേഹം വീട്ടിലെത്തിയത് കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് എന്നാണ് ഇപ്പോൾ സംശയം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വീട്ടിലെ CCTVകളെല്ലാം തന്നെ ഓഫാക്കിയ നിലയിലായിരുന്നു. CCTV ഉണ്ടായിരുന്നു, അതെല്ലാം ഓഫാക്കിയ നിലയിലായിരുന്നു. കൊലപാതകത്തിന് കാരണം അതിനാൻ്റെ സ്വഭാവ ദൂഷ്യം പെൺകുട്ടി തിരിച്ചറിഞ്ഞതാണ് എന്നാണ് സൂചന. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയ 2 മുറികളിലായിട്ടാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഞെട്ടലിലാണ് ഈ കുടുംബം ഉള്ളത്. ഇത് നിങ്ങൾ അയൽവാസികളാണല്ലോ? അയൽവാസികളെ കുറച്ച് നാട്ടുകാർ. എപ്പോഴായി സംഭവം? 5:30 എന്തായിരുന്നു, എന്തെന്നാ വിചാരിക്കുന്നത്? എന്താന്നുള്ള ഒരു ആളിപ്പങ്ങളാണ്. ഇതാണ് സംഭവിച്ചത്. ഇനി നമുക്ക് ആ കുടുംബമായിട്ട് അടുപ്പമുള്ള ഒരാൾ സംസാരിക്കുന്ന ചില സംസാരങ്ങളുണ്ട്, അതും കൂടി നമുക്ക് കേട്ടു നോക്കാം. ഇത് അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടി കേട്ട് നോക്കാം. ഡ്രൈവറായിട്ട് ഇവിടെ ലോറിയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സുബൈർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ സംഭവം ശരിക്കും? സംഭവം കറക്റ്റ് അറിയുന്നത് ഞാൻ 6 മണിക്ക് ഇക്കറയിൽ നമ്മളുടെ ഫ്രണ്ടിൻ്റെ എത്തായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ അവിടെ നിന്നാണ് ഇവിടെ കള്ളം കയറിയിട്ടാണ് ആദ്യം. പിന്നീട് പറഞ്ഞ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാണ്. അന്നപ്പോഴാണ് ഞാൻ 6 മണിക്ക് പോയിരുന്നു. അവിടുന്ന് വന്ന് ഇവിടെ വന്നു നോക്കുമ്പോഴത്തേക്ക് ബോഡി മോളെ കൊണ്ടുപോയിക്കുന്നു. 16 വയസ്സുള്ള നസ്രിയ ബന്ധുവാണല്ലോ. ചേട്ടത്തിന്റെ ഉമ്മന്റെ ഏട്ടത്തിന്റെ മോന്. സ്വന്തം ഏട്ടത്തിന്റെ മോൻ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പഠിച്ചാണ്. അല്ല, കൊളത്തറയിന് മോന്. കൊളത്തറയിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് പഠിച്ച് ഉമ്മന്റെ അമ്മാണ് പഠിപ്പിച്ചൊക്കെ ഫുള്ള് സ്കൂൾ മർക്കത്ത് പഠിച്ചൊക്കെ പഠിച്ച് പിന്നെ ഇവിടുന്ന് പോയതാ. അതിനെ കുറിച്ചിട്ട് പോലീസ് പറയുന്നത് സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നു, നേരത്തെ പിടിക്കപ്പെട്ടിരുന്നു. നമ്മളെ ലെവലിൽ ഇതിനെ കണ്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വരലുണ്ട്, പിന്നെ ഇവിടെ പോവുകയും ചെയ്തു. പിന്നെ വീട്ടുകാർ പറഞ്ഞു അവരുടെ വീട്ടിലേക്ക് പോയി പറഞ്ഞു, അത്ര തന്നെ. ഇപ്പൊ ഒരു പ്രാഥമിക വിവരം പറയുന്നത് ഇവനെ ഇവിടെ നിന്ന് നേരത്തെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് ഉള്ളിൽ കയറിയത് പറയുന്നു. അല്ലാണ്ട് യാഥാർത്ഥ്യം ഇതിനെ കിട്ടിയില്ല. അത് ആളുകൾ പലതും പറയുന്നുണ്ട്. നിങ്ങൾ പിന്നെ അതിനുശേഷം ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോകുമ്പോഴത്തേനും ഞാൻ എത്തിയില്ല. ആശുപത്രി എത്തുമ്പോഴത്തേക്കും പുറത്ത് പോയി. ഞാൻ ഇക്ര ഹോസ്പിറ്റലിലും അവിടെ വരുമ്പോഴത്തേക്ക് കൊണ്ടുപോയി. എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? ഞാനിപ്പം വരെ കൂടുതൽ 5-8 കൊല്ലായി. അപ്പൊ ഈ കുടുംബത്തെ എല്ലാ വഴിക്കും നമ്മൾ പോണാ കുഴപ്പമൊന്നുമില്ല. ഇവര് ഓരോ ജീവിതമായിട്ട് പോകാനാണ്ട് വേറെ കുട്ടിയുടെ ഉപ്പ ഗൾഫിലാണ്. കബറടക്കം അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും തീരുമാനമില്ല. അതൊക്കെ പിതാവ് വരും. ഗൾഫിൽ സൗദിയിലാ വരുന്നുണ്ടല്ലേ? മരണം അറിഞ്ഞിട്ടുണ്ട്? ഇല്ല, അറിഞ്ഞിട്ടില്ല. എന്താ അപകടം? എന്തോ നിങ്ങളെ വിളിച്ചു? അപ്പൊ എനിക്ക് സംഭവിച്ചിട്ട് അത് ഇതായിട്ടോ ചെയ്യുള്ളൂ കേട്ടോ. പുള്ളി എത്ര കാലമായിട്ട് ഗൾഫിലാണ്? പുള്ളി കുറെ ആയി ഗൾഫിൽ. എന്തായാലും ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ, അതായത് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പോലീസ് എന്തെന്നും പുറത്ത് വിടുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നും കൂടി. അപ്പോൾ ഇതേറ്റവും ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകിച്ചും ദുആ ചെയ്യുക. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നും കൂടി ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ സൂക്ഷിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.